ഹലോ, അസ്സാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഇടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ രാവിലെ ഒന്ന് നമുക്ക് കലക്കി പാർന്ന ദോശയാണ് കേട്ടോ, നീർദോശ. അപ്പോൾ മോള് നീച്ച് വന്നിട്ടുണ്ട്. മോള് നീച്ച് വന്നിട്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓളവിടെ കയറ്റി എത്തിക്കാൻ കേട്ടോ. അപ്പോൾ ദോശയൊക്കെ നല്ല ഉഷാറായിട്ട് ചട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാനിങ്ങനെ സവാള അടുതി കൊടുക്കും. അപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്താലോട്ടോ കേട്ടോ പ്രശ്നം. നമുക്ക് ഈ ഇങ്ങനെ ദോശയൊക്കെ ചുടുന്ന കല്ലിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ചുട്ടിട്ടൊക്കെ വറുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് കിട്ടാനൊക്കെ പണിയാണ്. അപ്പോൾ ഒരു കോഴിമുട്ട കണ്ട് ഉടച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദോശയൊക്കെ എളുപ്പം കിട്ടും കേട്ടോ. ഇപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിക്കാണ്ട് ഇതിലേക്ക് ഒരു 2 സവാള ഉണ്ട് നുറുക്കിയിട്ടിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഉപ്പും കൂടി ചേർത്തുകൊണ്ട് ഒന്ന് കണ്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് ഒരു വിസിലുണ്ട് അടുപ്പിച്ചെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ സവാള ഉണ്ടായി കിട്ടും. അപ്പോൾ ഇത് വഴറ്റിയെടുക്കാനൊന്നും നിൽക്കാതെ തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കുക്കറൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തോനെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതാ അതിൻ്റെ ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് സവാള വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് ഇളക്കിയെടുത്തുകൊണ്ട് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണും ഒരു മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തും പിന്നെ അതുപോലെ കുറച്ച് മുളക് പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തൊരു നുള്ളോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടെ ചേർത്തൊന്ന് എണ്ണയിലൊന്ന് വഴറ്റി വന്നതിൻ്റെ ശേഷം കേട്ടോ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ലോക്ക് ചെയ്യാതെയാണ് അതുപോലെ വിസിലിട്ടിട്ട് അടുപ്പിച്ചെടുക്കുകയല്ല കേട്ടോ. ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മൂടി വെച്ചാണ്. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാർക്ക് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ച് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിക്ക് അരച്ചത് തേങ്ങയ്ക്ക് ഒരു ഗ്രാമ്പു ഒരു പട്ടൻ്റെ കഷ്ണം ഇട്ടിന്ന് അതുപോലെ വലിയ ജീരകത്തിൻ്റെ ഒരു 1/4 ടീസ്പൂൺ അതും കൂടി ചേർത്തുകൊണ്ട് തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ വഴറ്റി വന്നിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇതൊന്നും കണ്ട് ചൂടായി വന്ന് തട വരുന്ന സമയത്താണ് കുറച്ചും കൂടി മിക്സിൻ്റെ ജാറിൽ വെള്ളം ഒഴിച്ച് കണ്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല അടിപൊളിയാണ് കേട്ടോ ഈ മുട്ടക്കറി. അപ്പോൾ ഇത് ഏത് അപ്പത്തിക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും പത്തിരിക്കാണെങ്കിലും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മളിന്ന് പത്തിരി ഉണ്ടാക്കണം തന്നെയെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് നേരത്തെ നീക്കണം പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അന്ന് അടുക്കളയ്ക്ക് വന്നപ്പോൾ 6 മണി ആവാനായിരുന്നു. അപ്പോൾ ഞാനിന്ന് ദോശ തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മോനക്ക് ദോശയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ പത്തിരിനെക്കാട്ടും. അപ്പോൾ പത്തിരി ഇടയ്ക്കൊന്നും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിരുന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. നേരം വൈകിയപ്പോൾ ഒന്ന് ദോശ തന്നെ ആക്കി. അപ്പോൾ അത് കോഴിമുട്ട ഞാൻ പുഴുങ്ങിയെടുത്തുകൊണ്ട് സൈഡൊക്കെ ഒന്ന് വരഞ്ഞ് വെച്ചിന്ന് അത് വൈകിട്ടുകൊണ്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തീയൊക്കെ ഓഫാക്കി പിന്നെ അതിക്കത് താളിപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞ് തൂമിച്ചിട്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ടെടുത്ത് ഒഴിച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ നല്ല ടേസ്റ്റ് പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ദോശയൊക്കെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ല കോഴിമുട്ടൊക്കെ ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഇടയിലിങ്ങനെ വരിഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ മസാല ഒക്കെ ഇതിലേക്കൊന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കോഴിമുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നേരം ഒന്നും കൂടി ആ കറിയിൽ കിടന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കോഴിമുട്ട ഞാൻ കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചിരുന്നത്. അപ്പോൾ ഒരു കോഴിമുട്ടൻ്റെ തൂട് ആദ്യം തന്നെ പൊട്ടിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇങ്ങനെ പൊട്ടിയിട്ട് കുറച്ച് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേറെയുള്ള ഇതിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ കുക്കറിലാകുമ്പോൾ ടേസ്റ്റിലടിച്ചിങ്ങാണ്ട് കണ്ട് ഓഫാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇനി നമ്മളെ ചായയും കടയൊക്കെ ഇവിടെ റെഡി ആയതിൻ്റെ ശേഷം ഇനി കുടിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കട്ടില്ലാതെ നീർദോശയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ സവാള ഒന്നും വഴറ്റി നിൽക്കാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് തന്നെ മോള് അത് പുറത്തേക്ക് പോയിക്കണം കേട്ടോ. ചായ പിന്നെ നമുക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ള ഈ തളയമീനായിരുന്നു. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കണ്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് കണ്ടേക്ക്
മസാല ഒക്കെ തേച്ചെടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്തിക്കണം. ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റും കുറച്ച് ഇന്ന് സുർക്കക്ക് പകരമായിട്ട് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി. അപ്പോൾ ഞാൻ ഈ വലിയ ജീരകവും ഇഞ്ചും വെളുത്തുള്ളിയും ഒക്കെ കൂടെ കണ്ട് ചതച്ചെടുക്കലാട്ടോ, മീനക്കും വേണ്ടിയിട്ട് അരച്ച് വെക്കലാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പം കായം തേക്കും വേണ്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വലിയ ജീരകമൊക്കെ ചേർത്ത് കണ്ട് കായം ഉണ്ടാക്കിയെടുത്താൽ നല്ലൊരു രുചി തന്നെ കേട്ടോ മീനിന്. അപ്പോൾ ഞാൻ ഈ തള മീൻ നീളത്തിൽ കണ്ട് ഒന്നാകെ കണ്ട് മുറിച്ചാതെ കണ്ട് എടുക്കും കേട്ടോ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാലൊക്കെ കണ്ട് വേറായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ അത് മീനൊക്കെ ഇവിടെ കണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുളി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഞാൻ പുളി ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കേണ്ട ഇതിനാണ് സുർക്ക ഉണ്ടാകുമ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സുർക്ക തീർന്നിന്ന് അപ്പോൾ കുറച്ച് പുളി തന്നെ ഒഴിച്ചു കൊടുത്ത്. പിന്നെ മോള് ഇതവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. മോൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുക തന്നെയാണ്ട് ഓളങ്ങനെ കാണിക്കുക. പിന്നെ അതാ പോന്നെ ഓള് ചെയ്ത പരിപാടി, ഓളെ കാല് ഇവിടെ ഒരു ഓട്ടായിട്ടാണ്. അപ്പോൾ ഇത് പെരിച്ചായി എന്താ അടിയിൽ കൂടെ ഒക്കെ മാന്തിയിട്ടാന്ന് തോന്നുന്നു. നമ്മൾ അടുക്കളയിൽ നല്ലൊരു ഓട്ടം നയിക്കുന്നിട്ട് ഓള് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാല് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നിട്ടാ. അപ്പോൾ അമ്മച്ചിയെ തന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കിയതാണ്. അപ്പോൾ ചോറ് വെച്ച് കണ്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഓളിങ്ങനെ നടക്കുമ്പോൾ അവിടെ ചാടി കളിച്ചപ്പോൾ അങ്ങനെ ഓട്ടമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ അടിയിലൊക്കെ ഭയങ്കര മട തോന്നുന്നു. അപ്പോൾ അത് ഓട്ടമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പലതും ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല കുണ്ട് തന്നെയാണ് കേട്ടോ, അത് അത്യാവശ്യം നല്ല കുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഓള് പന്തൊക്കെ കൊടുന്ന് ഇട്ട് കൊടുക്കാൻ നോക്കുകയാണ്. പക്ഷേ പന്തൊന്നും പോണില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഓട്ടമല്ല, അപ്പോൾ അതിക്ക് ഇങ്ങനെ പന്തൊന്നും പോണില്ല. ഉള്ളിൽ നല്ല ആയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതാ ഞാൻ കുക്കറിൽ വെച്ച് കൊടുത്തിന്ന് നമ്മളെ കാവത്ത് തോലത്തി കണ്ട് ഉപ്പും കൂടി ചേർത്ത് കണ്ട് കുക്കറിൽ വെച്ച് കൊടുത്തേന്ന് 2 വിസിലടിച്ചതിന് ശേഷം ഓഫാക്കി എടുത്തേന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നാൾ കാവത്ത് ഉണ്ടാക്കിയപ്പോൾ ഒരു കഷ്ണം കൂടി അവിടെ വെച്ചതേന്ന് വീട്ടിൽ നിന്ന് കൊടുന്നത് കേട്ടോ. അപ്പോൾ അതെടുത്തുകൊണ്ട് അതാണ് ഇന്ന് കൂട്ടാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാവത്ത് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേക്ക് തേങ്ങ ഒക്കെ അരച്ച് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഒക്കെ ചേർത്ത് കണ്ട് അരച്ചെടുത്ത് നമുക്ക് വെന്തിട്ടുള്ള കാവത്ത് കണ്ട് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ കാവത്ത് വെക്കുമ്പോൾ കുറച്ച് വെള്ളവും അതിക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് വെക്കേണ്ടത്. പിന്നെ ഒരു 2 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഉടച്ചതിന് ശേഷമാണ് തേങ്ങയും കൂടി അരച്ചൊഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ തേങ്ങ അരച്ചൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം വേണമെങ്കിൽ താളിപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക. താളിപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ തേങ്ങ അരച്ച് കൊടുത്തേക്ക് അങ്ങനെ താളിപ്പൊന്നും ഒഴിച്ച് കൊടുക്കലില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെരട്ടോട്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേമ്പത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ചോറിക്കൊക്കെ ഇതുപോലൊക്കെ ഒരു കൂട്ടാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതോ എന്തെങ്കിലും ഒന്നും മതി. അപ്പോൾ ഞാൻ കുറച്ച് മുളക് കറിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മീനിൻ്റെ തലയും ഇതൊക്കെ എടുത്തുകൊണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഈ കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് തന്നെ ചോറ് കഴിച്ചത്. അപ്പോൾ ഇതാ കൂട്ടാനൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.